ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പേഴ്സൺ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്താണ്, എത്തരത്തിലുള്ളൊരു സ്നേഹമാണ് ആ വ്യക്തിക്ക് നിങ്ങളോട് ഉള്ളത്. അതായത് ഫിസിക്കൽ അട്രാക്ഷൻ ആണോ, അതോ ലവ് ആണോ, ലെസ്റ്റ് ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ളൊരു രീതിയിലുള്ളൊരു കണക്ഷൻ അല്ലെങ്കിൽ സ്നേഹമാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ ആ ഒരു പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് വലുതായിട്ടൊന്നും ആ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് എന്താ പറയുക ഒരു കമ്മിറ്റ്മെന്റോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആ ഒരു ആത്മാർത്ഥമായിട്ടൊരു സ്നേഹം ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫ്ലേട്ടിംഗ് രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. എന്താ പറയുക ഒരു ടൈം പാസ് എന്ന രീതിയിലാണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. ആ ഒരു സമയത്ത് ആ ഒരു വ്യക്തിക്ക് മനസ്സിൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളോട് എന്ന പോലെ. പിന്നെ പോകെ 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 ആ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് എല്ലാം ഭയങ്കരമായിട്ട് ചേഞ്ച് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു വ്യക്തി എനിക്ക് തോന്നുന്നു കരിയറിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ആയിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയാണ്, ഇപ്പോഴും നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. കരിയറിൽ മുൻതൂക്കം കൊടുത്തിട്ട് മുന്നോട്ട് പോയിരുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട്. നിങ്ങളായിരുന്നില്ല ആ ഒരു വ്യക്തിയുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അവർക്ക് കരിയർ ആണ് എനിക്കിവിടെ തോന്നുന്നത്. കാരണം ഇവിടെ ഒരു കോയിൻസ് കാർഡ് അധികമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ മെയിനായിട്ട് തോന്നുന്നത് ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് കൂടിച്ചേർന്ന് പോയിരുന്ന സമയത്ത് ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ എന്തൊക്കെയോ ഒരു ലക്കി ഫാക്ടർ ആ ഒരു കരിയർ വൈസ് നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം ആ ഒരു വ്യക്തിക്ക് കിട്ടിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരിക്കാം. അപ്പൊ ആ ഒരു വ്യക്തി ഫസ്റ്റ് ഒക്കെ ചിന്തിച്ചിരുന്നത് ആ ജസ്റ്റ് ഓക്കെ ഫ്രണ്ട്ഷിപ്പ്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആണ്, നല്ലൊരു ഓക്കെ ടൈം പാസ് രീതിയിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു ബന്ധമാണ് എന്നൊക്കെയാണ് ആ ഒരു വ്യക്തി ചിന്തിച്ചിരുന്നത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലെ. പിന്നെ പിന്നെ പോകെ പോകെ ഭയങ്കരമായിട്ടുള്ളൊരു ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ആ ഒരു ഇന്റൻസിറ്റി കൂടി കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് എപ്പോ കരിയറിൽ ഫോക്കസ്ഡ് ആണെങ്കിൽ കൂടിയും ആ ഒരു വ്യക്തി പിന്നെ പിന്നെ നിങ്ങളെ ചിന്തകളായി അധികവും വന്നു തുടങ്ങലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ആ ഒരു വ്യക്തിക്ക് കരിയറിൽ ഫോക്കസ്ഡ് ആണെങ്കിലും നിങ്ങളോട് ആ ഒരു സമയത്ത് പിന്നെ പിന്നെ വിളിച്ച് ജോബില് ജോലി സമയത്താണെങ്കിലും എക്സാം ടൈമിലാണെങ്കിലും നിങ്ങളോട് കൂടെ ആ ഒരു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളോട് കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നീട് വന്നു തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ പിന്നെ ആ ഒരു വ്യക്തി ഫ്യൂച്ചറും ഒന്ന് ആഗ്രഹിച്ചു തുടങ്ങി. ഇപ്പോഴത്തെ ആ ഒരു ഇതെന്ന് പറയാനായിട്ട് ആ ഒരു വ്യക്തിക്ക് നിങ്ങളടുത്ത് ഭയങ്കര ഹൈലി ആയിട്ടുള്ള ഒരു ഭയങ്കര പൊസസീവ് ആയിട്ടുള്ള ഒരു സ്നേഹമൊക്കെ കാണുന്നുണ്ട്. കുറേ പേരുടെ ഇടയിൽ ഒരു പൊസസീവ്നെസ് ഇവിടെ കാണുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു പേഴ്സൺ ഭയങ്കര ഈഗോ ആയിട്ട് കൂടി കാണുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു കുറച്ച് കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും പെട്ടെന്ന് സഹിക്കാനായിട്ട് ഈ ഒരു മനുഷ്യനെ കൊണ്ടാവുന്നുണ്ടായിരിക്കില്ല. കാരണം ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് A to Z നിങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളോടും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളോട് ചിലപ്പോൾ പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ ആ ഒരു വ്യക്തി നിങ്ങളടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നുണ്ടാവുക. അവർക്ക് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളും ആ ഒരു വ്യക്തി തുറന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ഇപ്പൊ ആ ഒരു വ്യക്തി അറിയാതെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു വ്യക്തിക്ക് ഭയങ്കര എന്താ പറയാ ഉള്ളിൽ ഭയങ്കര ദേഷ്യവും പിന്നെ ഒന്ന് സ്വഭാവമൊക്കെ മാറണതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വേണമെങ്കിൽ. അപ്പൊ ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് വളരെയധികം ഉള്ള ഒരു ഡീപ്പ് ലവ് തന്നെയാണെന്ന് എനിക്കിവിടെ കാണുന്നുണ്ട്. കാരണം എല്ലാം കൊണ്ടും ആ ഒരു വ്യക്തി നിങ്ങളിൽ അഡിക്റ്റഡ് ആയിട്ടാണ് കാണുന്നത്, നിങ്ങളും അതേ ആ ഒരു വ്യക്തിയിൽ അഡിക്റ്റഡ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ നിങ്ങളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലൊരു ഒരു മൈനർ മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ ഇവിടെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അതിന്റെ പേരിൽ എന്താ പറയാ തല്ലിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ആണ് എനിക്കിവിടെ കാണുന്നത്. അതുപോലെ തന്നെ അതുപോലെ തന്നെയാണ്. നിങ്ങൾക്കും ആ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ്. ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് അവരോടുള്ളതായിട്ട് കാണുന്നുണ്ട്. പൊസസീവ്നെസ്സും നിങ്ങളുടെ ഭാഗത്ത് നേരെ കുറെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോ എന്താ പറയാ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞില്ലല്ലോ, ഞാനിങ്ങനെ എന്നോടത്ത് ഇത്രയും കാര്യങ്ങളൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു നിങ്ങൾ പറഞ്ഞില്ലല്ലോ, അങ്ങനെയൊക്കെ നിങ്ങളും കയറി പറയുന്നുണ്ടാവാം ചില സിറ്റുവേഷനുകളും. അപ്പൊ അതൊന്നും ആ ഒരു പേഴ്സണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊന്നും എന്താ ഇപ്പൊ വരുന്ന ആ ഒരു ആർഗ്യുമെന്റ്സ് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല, ഉള്ളതായിട്ട് എനിക്ക് കാണുന്നില്ല.
പിന്നെ നൈറ്റ് ഓഫ് വാൺസ് ഇവിടെ ഉണ്ട്, ഏസ് ഓഫ് കപ്സ് ഇവിടെ ഉണ്ട്, പേജ് ഓഫ് കോയിൻസ് ഇവിടെ ഉണ്ട്. കോയിൻസ് കാർഡ് എന്ന് പറയുമ്പോൾ ആ ഒരു പേഴ്സൺ കൂടുതലും കരിയറിനെ ഫോക്കസ്ഡ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. അത് മാത്രമല്ല ആ ഒരു പേഴ്സൺ കരിയറും വേണം, ഒപ്പം തന്നെ നിങ്ങളെയും കൂടെ കൂട്ടണം. നിങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ സ്ട്രെങ്ത് ആയിട്ട് ആ ഒരു വ്യക്തി കാണുന്നുണ്ട്. കാരണം നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ എന്തൊക്കെയോ ലക്കി ഫാക്ടറുകൾ അല്ലെങ്കിൽ ലക്ക് ആ ഒരു ആൾക്ക് കിട്ടുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു ഹെർമിറ്റ് മോഡിലാണ് ആ ഒരു വ്യക്തി. കാരണം ആം, പലർക്കും ആ ഒരു വ്യക്തി മൂലം നല്ല നല്ല കാര്യങ്ങൾ ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. വെളിച്ചം പകർന്നു കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, ഇവിടെ കാണുന്നത് കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പേഴ്സന്റെ രീതിയിൽ എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ആരോ ഒരു വ്യക്തി മൂലം പലരും എന്താ പറയുക നല്ലൊരു സിറ്റുവേഷനിലേക്ക് ആകാം, അല്ലെങ്കിൽ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ഒരു പേഴ്സണൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങളും അതുപോലെ തന്നെ പേജ് ഓഫ് കപ്സ് ഇവിടെ ഉണ്ട്. അതായത് ആ ഒരു പേഴ്സൺ ഒരുപാട് നിങ്ങൾ ബാക്കി ആർക്കും കൊടുക്കാത്ത രീതിയിലുള്ള ഒരു ലവ് കെയറിങ് ഒക്കെ കൊടുക്കാനായിട്ട് കാണുന്നുണ്ട്. അപ്പൊ രണ്ടുപേർക്കും സ്റ്റാർട്ടിങ് ഇറ്റ്സെൽഫ് അത്ര വലിയൊരു കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. പിന്നെ പോകെ പോകെ അങ്ങോട്ട് ഭയങ്കര ഡീപ്പായിട്ട് വന്നൊരു ബന്ധമായിട്ട് കാണുന്നുണ്ട്. പിന്നെ A to Z നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കണം. നമ്മളടുത്ത് ഒന്നും ഒളിപ്പിക്കാത്ത രീതിയിൽ വേണം നമ്മളുടെ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് ആ ഒരു പേഴ്സൺ വളരെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആ ഒരു പേഴ്സണെ എന്തൊക്കെയോ ചെറിയ കാര്യങ്ങളൊക്കെ മറയ്ക്കുന്നതായിട്ട് ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാം തുറന്നു പറയുന്നില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ ആയിട്ട് ആ ഒരു പേഴ്സൺ അവിടെ ചിന്തിക്കുന്നുണ്ട്. പിന്നെ 10 of Cups ഉണ്ട്. ഒരു ഹാപ്പി ലൈഫ് അല്ലെങ്കിൽ നല്ലൊരു ഹാപ്പി ലൈഫ് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റിയൊരു ഫ്രണ്ട് അങ്ങനെയായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ആ ഒരു പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ വലിയ കാര്യമായിട്ടൊന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ പോലും സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആരെ കൂടെ വേണമെങ്കിലും പൊക്കോ, അല്ലെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ഇപ്പോൾ സമയമില്ലെങ്കിൽ നിങ്ങൾ പൊയ്ക്കോ, അങ്ങനെ ആയിരിക്കണം രണ്ടുപേരുടെയും ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ പോകെ പോകെ നമ്മൾ കൂടുതൽ സമയം ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്പെൻഡ് ചെയ്യണമെന്ന് രണ്ടുപേരും കൂടി ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പം ഓഫ് കോഴ്സ് ഈ ഒരു പേഴ്സൺ ജെന്യുവിൻ ആണ്, നിങ്ങളോടൊന്ന് ഒരുപാട് സ്നേഹം ആയിട്ട് കാണുന്നുണ്ട്. ഇതൊരിക്കലും ഇപ്പോഴത്തെ സ്റ്റേജിൽ ഇതൊരിക്കലും ആൾക്കൊരു എന്താ പറയുക വളരെ ഫ്ലേട്ടിംഗ് രീതിയിലുള്ളൊരു അല്ലെങ്കിൽ ടൈം പാസ് രീതിയിലുള്ള ബന്ധമല്ല ആൾക്ക്. നിങ്ങളെന്ന വ്യക്തി ആ ഒരു പേഴ്സന്റെ കൂടെ വേണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു പേഴ്സൺ. പക്ഷെ എന്തുകൊണ്ടൊക്കെയോ ഈഗോ ക്ലാഷിങ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എത്രയും പെട്ടെന്ന് മാറി നിങ്ങളുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു റീയൂണിയൻ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മളുടെ ടോപ്പിക്ക് നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ നിങ്ങളോട് വളരെയധികം സ്നേഹമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലേർട്ടിങ് രീതിയിലുള്ള കാര്യമാണോ എന്നാണ് ഇവിടെ നോക്കിയിരുന്നത്. വൺ മോർ തിങ് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളടുത്ത് ആ ഒരു പേഴ്സൺ വളരെയധികം പാഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ അട്രാക്ഷനും കൂടി ഒരു കാര്യത്തിലുണ്ട്. അതൊരു സ്നേഹത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളോട് വന്ന ഒരു കാര്യമാണ്. ഫിസിക്കലി ആയിട്ടുള്ള ഒരു അട്രാക്ഷനും കൂടി നിങ്ങൾക്ക്. കാരണം ഇപ്പൊ അവർക്ക് വേറൊരു ഫാമിലി ഉണ്ടെങ്കിൽ പോലും നിങ്ങളോടാണ് കൂടുതൽ ഒരു ഫിസിക്കൽ അട്രാക്ഷനോ ഒരു സോൾ കണക്ഷനൊക്കെ തോന്നുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്കും അതുപോലെ തന്നെയാണ്. ഇപ്പൊ മാരീഡ് അല്ലാത്തവർക്കും അങ്ങനെ തന്നെയാണ് കാണുന്നത്. വളരെയധികം എന്താ പറയുക പാഷൻ ഫിസിക്കൽ അട്രാക്ഷൻ ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. അതൊരിക്കലും ഒരു മോശമായിട്ടല്ല, ആ ഒരു സ്നേഹ കൂടുതൽ കൊണ്ട് വന്നിട്ടുള്ളൊരു അട്രാക്ഷൻ മാത്രമാണ്. അപ്പൊ അതാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ.